ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു പ്രതാപ് വർമ്മയോട് പറയുക, ദീപക് ഇന്ന് അവൻ്റെ അധികാരം ഉപയോഗിച്ച് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലുള്ള ഒരു ആന്റണി ഫ്രാങ്കോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത തുകയാണിത്, 10 കോടി. അയ്യോ, അത് കേട്ടതും പ്രതാപനിങ്ങനെ വിശ്വസിക്കാനാകാതെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. അംബിക സകല ദൈവങ്ങളെയും വിളിച്ചു നോക്കിയിട്ട് പറയുക, പെട്ട്, ഇനി യാതൊരു രക്ഷയില്ല. അങ്ങനെ രാജു ദീപക് പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ആ റെസിപ്റ്റ് പ്രതാപ് വർമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. പ്രതാപൻ അത് നോക്കിയിട്ട് ദീപകിനെ പിടിച്ച് നേരെ നിർത്തിയിട്ട്, ഇതെന്തിനയച്ച തുകയാടാ? അംബിക ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. ആരാടാ ഈ ആന്റണി ഫ്രാങ്കോ? പ്രതാപൻ ചോദിക്കുക. എന്താടാ ചോദിച്ചതിന് ഉത്തരവില്ലേ? ഇത്രയും പെട്ടെന്ന് കൈയോടെ പൊക്കുമെന്ന് ആ അമ്മയും മകനും പ്രതീക്ഷിച്ചില്ല. ഇവൻ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല, അവന് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ എന്ന് മനസ്സിലാക്കിയ പ്രതാപൻ, ശേഖര, മുറിയിൽ പോയി എൻ്റെ ബെൽറ്റിങ് എടുത്തുകൊണ്ട് വന്നേ. രാജുവിന് ഹൃദയക്കും സന്തോഷവും ചിരിയും ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ബെൽറ്റ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വലിയ സന്തോഷത്തോടെ തന്നെ ശേഖരനും പോവുകയാണ്. അപ്പു മനസ്സിൽ പറയുക, വല്യച്ഛൻ ഇവനെ എടുത്തിട്ട് പൊരിക്കുന്നത് എനിക്കൊന്ന് കാണണം. ശേഖരൻ അങ്ങനെ പ്രതാപൻ്റെ റൂമിൽ ചെന്ന് കബോർഡ് തുറന്ന് പ്രതാപൻ്റെ ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അംബികയെ അത് കണ്ടിട്ട് നിന്ന് വിറയ്ക്കുന്നുണ്ട്. എന്തായാലും പെറ്റതള്ളയല്ലേ. ബെൽറ്റ് കൊണ്ടുവന്ന് ശേഖരൻ പ്രതാപന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പ്രതാപൻ വീണ്ടും ചോദ്യം തുടങ്ങി, എടാ 10 കോടി രൂപ നീ ആർക്കാടാ കൊടുത്തത്? പറയടാ എന്നും പറഞ്ഞ് പ്രതാപൻ അവൻ്റെ പുറം അടിച്ച് പൊളിക്കുക. MGR ഒരു പടത്തിൽ ഞാൻ ആണയിട്ടാൽ എന്നും പറഞ്ഞ് പാട്ടുപാടി ഒരു അടിയടിക്കുന്നുണ്ട്. അതേ സ്റ്റൈലിൽ പ്രതാപൻ അടി തുടരുവാണ്. ദീപക്കിൻ്റെ ദേഹത്ത് വീണ അടി അംബികയുടെ നെഞ്ചിലാണ്. അംബിക ഇങ്ങനെ വായും തുറന്ന് വിഷമിച്ച് നിൽക്കുവാണ്. മറ്റ് കാഴ്ചക്കാരൊക്കെ വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക, ദീപക് എന്തായിരിക്കും പറയുന്നതെന്നറിയാൻ. പ്രതാപനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി കൊടുത്തു നീ 10 കോടി രൂപ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദീപക്കനെ എടുത്തിട്ടങ്ങ് പൊരിക്കുവാണ്. പറയടാ എന്നും പറഞ്ഞു പ്രതാപൻ ബെൽറ്റ് കൊണ്ട്. എടാ, നിന്നോട് പറയാനാ പറഞ്ഞ, നീ പറയാതെ ഈ അടി ഞാൻ നിർത്തില്ലടാ. അംബിക പൊട്ടിക്കരയുന്നുണ്ട്. പ്രതാപാന്ന് വിളിക്കുന്നെങ്കിലും ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അംബികയുടെ. പ്രതാപൻ അടങ്ങുന്ന ലക്ഷണമില്ല. അടി കൊണ്ട് പൊളയുവാണ് ദീപക്. പ്രതാപ, ഒന്ന് നിർത്ത് പ്രതാപ എന്നിങ്ങനെ അംബിക വിളിച്ചു കൂവി കരയുവാണ്. അടി കൊണ്ട് സഹി കെട്ടിട്ട് പെട്ടെന്ന് ദീപക് ആ ബെൽറ്റെ കയറി പിടിച്ചിട്ട് പ്രതാപനോട് പറയാ, ഇനി എന്നെ തൊട്ടുപോകരുത്. ആഹാ, നീ എൻ്റെ കയ്യെ കയറി പിടിച്ചോടാ എന്നും പറഞ്ഞ് പ്രതാപൻ സകല ദേഷ്യമെടുത്ത് അവനെ വീണ്ടും അടിച്ച് പൊളിക്കുവാണ്. അംബിക നിലവിളിക്കുവാണ്, പ്രതാപ വേണ്ട, എടാ സത്യം പറയടാ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ ദീപക് പറയാ, അയ്യോ ഞാൻ പറയാവേ. അംബിക ഭയന്ന് നിൽക്കുവാണ്. ദൈവമേ, ചതിച്ചോ? എന്താടാ നോക്കി നിൽക്കുന്നത്? സത്യം പറയടാ, ആ 10 കോടി രൂപ എന്തിനാടാ കട്ടെടുത്തതെന്ന് അങ്ങോട്ട് തുറന്ന് പറയടാ റാസ്കൽ. ശേഖരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. പ്രതാപൻ ചോദിക്കുക, ആരാടാ ഈ ആന്റണി ഫ്രാങ്കോ? അംബിക ഇങ്ങനെ ഭയന്ന് മോനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് പറയുക, എൻ്റെ കൂടെ പണ്ട് പഠിച്ച ഒരു ഫ്രണ്ടാ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ അംബികയ്ക്കൊരു സമാധാനം. അംബികയുടെ മുഖത്തപ്പോഴാണ് ഒരു സമാധാനം വന്നത്. മകന് തല്ലുകൊണ്ട് ചത്താലെന്താ, അവിടെ കള്ളത്തരം പൊളിയരുതല്ലോ. വീണ്ടും പ്രതാപനെ പറ്റിച്ച് ജീവിക്കണ്ടേ. ദീപക് അത്ര അടി വാങ്ങിയിട്ടും അമ്മയെ രക്ഷിക്കുവാണ്. ഞാനേ അവൻ വഴി ഒരു ആഡംബര കാർ വാങ്ങിച്ചു. അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാശ് അവന് അയച്ചു കൊടുത്തത്. ഓഫീസിൽ കയറി എൻ്റെ കാശെടുത്ത് കട്ടുമുടിപ്പിക്കുന്നോടാ നായേ എന്നും പറഞ്ഞ് പ്രതാപൻ വീണ്ടും അടിക്കുവാണ്. അംബികയാണെങ്കിൽ അലറിക്കറിയുക, പ്രതാപ മോനെ ഒന്നും ചെയ്യല്ലേ, നിർത്ത്. പ്രതാപനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അടിയോടടി. അവസാനം പ്രതാപൻ കുഴയുവാണ്. അത് ശേഖരൻ കാണുന്നുണ്ട്. ചേട്ടാന്നും പറഞ്ഞ് ഓടിച്ചെല്ലുന്നു. രാജുവും ചോദിക്കും, സാറിന് എന്ത് പറ്റി? ഇല്ല. പ്രതാപൻ പെട്ടെന്ന് മറയ്ക്കുവാണ്. പ്രതാപൻ പെട്ടെന്ന് മൂക്ക് തുടച്ചിട്ട്, ശേഖര, ഇവനെയൊക്കെ കൊന്നു കുഴിച്ചു മൂടേണ്ടതല്ലേ? എൻ്റെ ചേട്ടാ, ഇവനെ കക്കാനും മോട്ടിക്കാനും ഒക്കെ ഇവിടെ അവസരം കൊടുത്തില്ലെങ്കിൽ ഇവൻ നാട്ടിലിറങ്ങി മോഷ്ടിക്കും. പിന്നെ ഇവനെ പോലീസ് കൈകാര്യം ചെയ്യും. പ്രതാപന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. എൻ്റെ കള്ളയൊപ്പിട്ട അവൻ ഈ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ബാങ്കിൽ ഞാനിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്താലേ പോലീസ് വന്ന് ഇവനെ പിടിച്ച് ലോക്കപ്പിലിടും. അത് പിന്നെ എല്ലാവർക്കും നാണക്കേടായി പോവും. അറിയപ്പെടുന്നത് പ്രതാപ വർമ്മയുടെ പെങ്ങളുടെ മകനല്ലേ. പ്രതാപൻ പെട്ടെന്ന് ഹൃതിയോട് പറയുന്നു, ആന്റണി ഫ്രാങ്കോയ്ക്ക് പണം ട്രാൻസ്ഫർ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ നോക്കണം. അതുകൂടെ കേട്ടപ്പോഴേ അംബിക തകരുവാണ്. ആ പൈസ എങ്ങനെ ഫ്രീസ് ചെയ്താൽ ആ CI അംബിക കാണിച്ച കൊലപാതകം കോടതിയിൽ പറയും. അങ്ങനെ അംബിക കൊടുക്കും. എന്ത് പറയണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭൂമി വളർന്നങ്ങ് താഴോട്ട് പോകുമോ എന്നൊക്കെ വിചാരിച്ച് അംബിക ഇങ്ങനെ നിൽക്കുക. നീ എൻ്റെ ഓഫീസിൽ കയറി മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മകളെ നാണം കെടുത്തും അല്ലേടാ? അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. നാളെ മുതൽ 1 മാസം നീ ആ ഓഫീസിലെ പ്യൂണായിട്ട് ജോലി ചെയ്യണം. അവിടെ എല്ലാം നീ അടിച്ചു തൂക്കണം.
അവിടുത്തെ സകല ജോലികളും നീ ചെയ്യണം. അത് നീ ചെയ്യാതിരുന്നാൽ ഓഫീസിൽ കയറി പണം തട്ടിയെടുത്തതിന് നിന്നെ ഞാൻ അകത്താക്കും. ബെൽറ്റ് പ്രതാപനോടെ വലിച്ചെറിഞ്ഞിട്ട് ശേഖര നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ശേഖരനെ വിളിച്ചോണ്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. പ്രതാപൻ അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ ദീപക് അടികൊണ്ട വേദനകളൊക്കെ തടയിക്കൊണ്ടിങ്ങനെ പറയുക, ഞാനിവിടെ നിന്ന് അടികൊണ്ടപ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കും. രാജു അത് കേട്ടിട്ട് പറയാം, എടാ നിന്നെ പ്രൊഫസറാക്കാനല്ല സാറ് പറഞ്ഞത്, വെറും സ്വീപ്പറാക്കാനാ. എന്തായാലും നീ നിൻ്റെ അമ്മയെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല്. അമ്മയോട് പറ യൂക്കാലിപ്സ് ഇട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് വെച്ച് തരാൻ. എന്നിട്ട് ആ യൂക്കാലി വെള്ളത്തിലൊന്ന് കുളിക്കണം, അല്ലെങ്കിലേ നാളെ ശരീരം മുഴുക്ക നീര് വന്ന് വീങ്ങും. പിന്നെ നിന്നെ കണ്ടാലേ വല്ല കാണ്ടാമൃഗമാണെന്ന് തോന്നിപ്പോവും. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് അപ്പോ എല്ലാവരും ചിരിക്കുവാണ്. എടാ ചെല്ലടാ, വീണ്ടും രാജു പറയുക. അംബികയ്ക്കാണ് ദേഷ്യം കൊണ്ട് വയ്യ, രാജുവിനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം. അവളിങ്ങനെ രാജുവിനെ നോക്കിയിട്ട് എടാ വാടാ എന്നും പറഞ്ഞ് ദീപക്കിനെയും വിളിച്ചുകൊണ്ട് പോകുവാണ്. അങ്ങനെ രാജുവും അപ്പുവും ഹൃതിയെയും കൂടെ റൂമിലിരിക്കുക. അപ്പുവിന് സന്തോഷം കൊണ്ട് വയ്യ. അവൾ പറയുക, വല്യച്ഛൻ അവനിട്ട് കൊടുത്ത ഓരോ അടികളും എൻ്റെ മനസ്സിലിങ്ങനെ മഞ്ഞുതുള്ളി പെയ്യുന്ന പോലായി. ഓ എൻ്റെ അപ്പു കവിതയാണല്ലോ പറയുന്നത്, കവിതയൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, മഹാകവി അപ്പു എന്നും പറഞ്ഞ് അവരെല്ലാവരുടെ ചിരിക്കുവാണ്. കൂട്ടത്തിൽ രാജു പറയാ, അപ്പു പറഞ്ഞത് ശരിയാ, അവനും അവൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന ഓരോ അടിയും നമ്മുടെയൊക്കെ കഴുത്തിൽ വീഴുന്ന പൂമാലയാ. പാമ്പിനെ തല്ലുന്ന പോലെയല്ലേ രാജു അച്ഛനിട്ട് അവനെ തല്ലിയത്? അങ്ങനെയല്ല ഋതു, പാമ്പിനെ തല്ലുന്ന പോലെയൊന്നും അല്ല. ഈ നീർക്കോലി കണ്ടിട്ടില്ലേ? അപ്പോൾ അപ്പു പറയാ, ഈ നീർക്കോലി എങ്ങനെ ഇരിക്കും രാജുവേട്ടാ? ഞാൻ ഇതുവരെയും ആ സാധനത്തിനെ കണ്ടിട്ടില്ല. അതിനപ്പൂ നീ എങ്ങോട്ടും പോകണ്ട, അവനെ കണ്ടാൽ മതി, ആ ദീപക്കിനെ. ഒന്ന് പോ രാജുവേട്ടാ. എന്നാലേ ഈ മഴക്കാലങ്ങളിലൊക്കെ തോട്ടിലും കുളത്തിലും ഒക്കെ കാണുന്ന ഒരു പാമ്പാണ് ഈ നീർക്കോലി. ആളുകളെ അത് വെറുതെ പേടിപ്പിക്കും, പക്ഷെങ്കിലേ ലോക പേടിത്തൊണ്ടനാ അത്. എല്ലാവരുടെയും ആ സന്തോഷം ആഘോഷിക്കാൻ എന്ന പോലെ ദാണ്ട യാമിനി ഐസ്ക്രീമും കൊണ്ട് വരിക. യാമിനി പറയുക, എല്ലാവരും അടിയുടെ പെരുമഴ കണ്ടിങ്ങനെ തണുത്തിരിക്കുമല്ലേ, ഇന്ന് ഐസ്ക്രീം കഴിക്കുക, എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് തണുക്കട്ടെ. അമ്മയ്ക്കും മകനും പ്രതാപേട്ടൻ വിളമ്പിയത് ഒരൊന്നൊന്നര സദ്യ, അതാ നമ്മളിപ്പോൾ കണ്ടത്. യാമിനി പറയുക, ഒരടി ആ തള്ളയ്ക്കൂടിയിട്ട് കൊടുക്കണമായിരുന്നു. കള്ളക്കൂട്ടങ്ങൾ 10 കോടി രൂപയൊക്കെ തട്ടിയെടുത്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതല്ലേ നടക്കുന്നത്. രാജു പറയുക, എന്നാലേ മകന് കൊടുത്തോ തീർന്നിട്ടില്ല, ഇനി എൻ്റെ വകയായിട്ട് ചിലത് കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുക. അത് കേട്ടിട്ട് യാമിനി പറയാം, എൻ്റെ രാജു, ഈ തള്ളയ്ക്കും മോനും എത്ര കിട്ടിയാലും ഒരു നാണവും ഇല്ല. ഇങ്ങനെ 2 അവതാരങ്ങൾ ഭൂമിയിൽ വേറെ കാണില്ല. പ്രതാപൻ ശേഖരനെയും കുട്ടി റൂമിനകത്ത് വന്നിട്ട് പറയുക, മനസ്സിനല്പം സമാധാനം കിട്ടണമെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണം, ഈ വീട്ടിലത് കിട്ടില്ല. ഇവനെയൊക്കെ ഇതിൽ കൂടുതൽ നീ എന്ത് ചെയ്യാനാ ശേഖര? നീ തന്നെ ഒന്ന് പറ. ഇങ്ങനെയൊരു ഫ്രോഡിനെ നമ്മുടെ വീട്ടിൽ എങ്ങനെ താമസിപ്പിക്കാനാ? ചേച്ചിയുടെ സങ്കടം ഓർത്തിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പൊട്ടൻ പ്രതാപൻ ഇപ്പോഴും ചേച്ചി ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഇനിയും കേട്ടു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശേഖരൻ പറയാ, ചേച്ചിയാണ് ചേട്ടാ അവനെ ഇത്രയും വഷളാക്കുന്നത്. ഞാൻ ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ അത് വിശ്വസിക്കത്തുമില്ല, ചേട്ടൻ അത് ഇഷ്ടമാകത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. എടാ ശേഖര, നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് പണ്ട് മുതലേ നമ്മൾ ചേച്ചിയല്ലേടാ കാണുന്നത്. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല ശേഖര. എന്നാലും ചേച്ചിക്ക് ഇങ്ങനൊരു മകൻ ഉണ്ടായിപ്പോയല്ലോ. എന്തൊരു നാശം പിടിച്ചവനായവൻ. ചേട്ടാ, കുട്ടിക്കാലത്തെ ഇവൻ ഋതുമോളുടെ മാല കട്ടെടുത്തോണ്ട് പോയിരുന്നല്ലോ. ആ സ്വർണ്ണമാല കട്ടെടുത്തത് ചേട്ടന് ഓർമ്മയില്ലേ? ആ സമയത്ത് കേസ് കൊടുത്ത് ഇവനെ ദുർഗുണ പാഠശാലയിലാക്കേണ്ടതായിരുന്നു. അപ്പോഴാ സമയത്ത് ആ റൂമിൻ്റെ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. പ്രതാപൻ പെട്ടെന്ന് പറയുക, എടാ ശേഖര, അത് രാജു ആയിരിക്കും, എൻ്റെ ക്ഷീണത്തെക്കുറിച്ച് വല്ലതും ചോദിക്കാനായിരിക്കും, ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞേരെ. ശരിയേട്ടാ എന്നും പറഞ്ഞ് ശേഖരൻ ഡോർ തുറക്കാൻ പോകുന്നുണ്ട്. പ്രതാപൻ പെട്ടെന്ന് കട്ടിൽ കയറി ഞാൻ കിടന്നു. പ്രതാപൻ പറഞ്ഞതുപോലെ അത് രാജുവായിരുന്നു. രാജു ഇങ്ങനെ വിഷമത്തോടെ വർമ്മ സാറ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശേഖരൻ പറയുക, അയ്യോ ഉറങ്ങിയല്ലോ, വിളിക്കണോ രാജു? അയ്യോ വേണ്ട. അങ്ങനെ രാജു തിരിഞ്ഞങ്ങ് പോവുകയാണ്. അങ്ങനെ ദീപക് അടിയും പിടിയും ഉഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഇങ്ങനെ തലയ്ക്ക് കൈയും കൊണ്ട് തിരിക്കുവാണ്. അപ്പോഴംബിക അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, അടികൊണ്ട് തിണർത്തിയ ഭാഗത്തൊക്കെ വേണ്ട ഈ ഓയിൻമെൻറ്റ് പെരട്ട്, ഇന്നാ പെരട്ട്, വേദന കുറയും. ദീപക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ഓയിൻമെൻറ്റ് തട്ടി ഒരൊറ്റ ഏറ്. അവരുടെ ഒരു ഓയിൻമെൻറ്റ് എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ നീറുക. ഏത് മരുന്ന് പുരട്ടിയാലും ആ മുറിവ് മാറില്ല. എൻ്റെ പൊന്നുമോനൊന്ന് ക്ഷമിക്ക്, നമുക്ക് ഇതിനൊക്കെ പകരം വീട്ടാം. അംബിക അങ്ങനെ പറഞ്ഞത് കേട്ടതും ദീപക് ആ കട്ടിൽ നിന്ന് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട്, ഈ തല്ല് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് ആർക്ക് വേണ്ടി? ഒച്ചത്തിൽ അലറി ചോദിക്കുവാണ്. ആർക്ക് വേണ്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്? ദീപക്കെ മോനെ, അത് നിങ്ങൾ മിണ്ടിപ്പോകരുത്.
അയാളെന്നെ കൈകൊണ്ടും ബെൽറ്റ് കൊണ്ടും ഈ തല്ലെല്ലാം തല്ലിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല? എടാ മോനെ ദീപക്കെ, അത് പ്രതാപനല്ലേ? ആഹാ, പ്രതാപനല്ല ദൈവം തമ്പുരാനായാലും സ്വന്തം മകനെ പട്ടിയെപ്പോലെ തല്ലുമ്പോൾ നോക്കി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? ദീപക്കെ, ഞാൻ അപ്പോൾ പ്രതികരിച്ചാലേ ഇവിടെ ആകെ പ്രശ്നമാകും. നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതിന് നമ്മൾ എന്തിനാ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്? ഇവരുടെയൊക്കെ ആട്ടും തുപ്പും തൊഴിയൊക്കെ കൊണ്ടിട്ട് ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോയേക്കാം. പണക്കൊതിയും അധികാരമോഹവും മൊത്തം അംബികയ്ക്ക് അത് വല്ലതും പറ്റുമോ? അംബിക പറയാ, അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ ഈ അംബിക തയ്യാറല്ല. ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് വേണം. അത് മാത്രമല്ലടാ, ഈ നാടിൻ്റെ ഭരണവും അതും നമുക്ക് വേണം. ദീപക്ക് ചോദിക്കുക, അതിനെന്നെ രക്തസാക്ഷിയാക്കിയിട്ട് വേണോ നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്? നീ എന്താ ദീപക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെ, ഞാൻ ഓരോന്ന് ചോദിക്കാം, നിങ്ങളെന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ തല്ലെല്ലാം കൊണ്ടത്? നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടിനൊക്കെ ഞാനാണ് അനുഭവിക്കുന്നത്. എടാ മോനെ, ഞാനിതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാ. ഞാനിതൊക്കെ വെട്ടിപ്പിടിച്ചെടുക്കാൻ നോക്കുന്നതേ നിന്റെ ഭാവിക്ക് വേണ്ടിയാ. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളവാ. ഹൃദയുള്ള പക വീട്ടാൻ, അവളെ ജയിലിൽ കയറ്റാൻ നിങ്ങളാണ് ജഗന്നാഥനെ വെടിവെച്ച് കൊന്നത്. എടാ ദീപക്കെ, ഒന്ന് പതുക്കെ, ആരെങ്കിലും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അതിനെനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. അംബികയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നാൽ അംബിക മകനാണെന്ന് പോലും നോക്കില്ല. ദീപക്കെ, ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ച് പറയാമെന്ന് നീ വിചാരിക്കരുത്. പറയും ഞാൻ. എനിക്കിനി മുൻപും പിൻപും ഇല്ല. അടിയും അപമാനവും മാത്രമാണ് എനിക്ക്. ഒരു കൊലക്കുറ്റം തലേന്ന് ഊരി മാറ്റാൻ വേണ്ടിയല്ലേ ആ 10 കോടി എന്നെ കൊണ്ട് മറിപ്പിച്ചത്. അവസാനം പഴി വന്നതോ എനിക്ക്. ഞാൻ അവിടെ നിന്ന് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എതിർത്തൊരു വാക്കെങ്കിലും മിണ്ടിയോ? എടാ, ഞാൻ അവിടെ ചെന്തെങ്കിലും പറഞ്ഞാലേ ഞാനും കൂടി അറിഞ്ഞുകൊണ്ട് ആ 10 കോടി അവിടെ നിന്ന് മുക്കിയതെന്ന് പ്രതാപൻ അറിയില്ലേ? ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം ഞാൻ വൃത്തികെട്ടവനും നിങ്ങൾ നല്ലവളും. നിങ്ങളൊരു ലോക ഫ്രോഡാ. ആരെയും കൊല്ലാൻ നിങ്ങൾ മടിക്കില്ല. നിങ്ങൾക്കൊരാവശ്യമെന്ന് വന്നാൽ നിങ്ങൾ എന്നെയും കൊല്ലും. നിങ്ങൾ എൻ്റെ തന്തയെ കൊന്നതാണോ? സത്യം പറ. നിങ്ങളോടല്ലേ ഞാൻ ചോദിച്ചത്, സത്യം പറ. എടാ ദീപക്കെ, വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അംബികയുടെ തനി സ്വഭാവം പുറത്തിറങ്ങുവാണ്. നീ ഒന്ന് പറഞ്ഞു നോക്കടാ, നിന്നെ തീർത്ത് കളയോടാ ഞാൻ. അംബിക ഇങ്ങനെ കണ്ണുമുളച്ചാണ് പറയുന്നത്. അതൊരിക്കലും ദീപക്ക് പ്രതീക്ഷിച്ചില്ല. ദീപക്ക് ഇങ്ങനെ അംബികയെ നോക്കിയിട്ട് കൈയുടെ മുഷ്ടി ഇങ്ങനെ ബലം പിടിച്ചങ്ങ് ചുരുട്ടുവാണ്. എന്നിട്ട് പെട്ടെന്ന് അവനെ കൈ അങ്ങനെ താത്തിട്ടിട്ട് അംബികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അംബികയെ അങ്ങനെ മുകളിലോട്ട് പൊക്കുവാണ്. വേദന കൊണ്ട് ദീപക്കേ എന്ന് പറയുന്നെങ്കിലും അംബികയുടെ ശബ്ദം അത്രയ്ക്കും പുറത്തോട്ട് വരുന്നില്ല. ദീപക്ക് അതൊട്ട് കേൾക്കുന്ന മാതിരിയും കാണിക്കുന്നില്ല. നിങ്ങളെ മാത്രമല്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലട്ടെ നിങ്ങളെ ഞാൻ എന്നും പറഞ്ഞ് ദീപക്ക് ദേഷ്യത്തോടെ അംബികയുടെ കഴുത്ത് കുത്തിപ്പിടിച്ച് തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുവാണ്. വേദന കൊണ്ട് പൊളഞ്ഞ് അംബിക ദീപക്കെ വിടെന്ന് പറയുക. പെട്ടെന്ന് ദീപക്ക് ദേഷ്യം കൊണ്ട് ആ കഴുത്തിന് കുത്തിപ്പിടിച്ച ഒറ്റ ഏറ് അംബിക താഴെ അങ്ങ് വീഴുവാണ്. ഇതാണ് അംബികയെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ആ പഴമൊഴി. വേദന കൊണ്ട് അംബിക ഇങ്ങനെ കഴുത്ത് തടവി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദീപക്ക് പതുക്കെ അടുത്തോട്ട് ചെന്നിട്ട് പറയുക, നിങ്ങളുടെ ആങ്ങളെ ഞാൻ കൊല്ലും. ഒന്നെങ്കിൽ പ്രതാപവർമ്മ, അല്ലെങ്കിൽ ഞാൻ. അംബിക ഇങ്ങനെ പേടിച്ച് നോക്കുവാണ്. ദീപക്ക് ദേഷ്യത്തോടെ, ഞാൻ പറയുന്നത് കേട്ടിവിടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതുവരെയും ദീപക്കനെ ഈ ഒരു ദേഷ്യത്തിൽ അംബിക കണ്ടിട്ടില്ല. അംബിക ഇങ്ങനെ പേടിച്ച് നോക്കുമ്പോൾ ദീപക് അലറിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ തയ്യാറാണോ എന്ന്. അംബിക പേടിച്ചിട്ട് ആണെന്ന് പറയുവാണ്. അംബികയുടെ നേരെ കൈഞ്ഞൂണ്ടിക്കൊണ്ട് ദീപക് പറയുക, മര്യാദയ്ക്ക് നിങ്ങളിവിടെ നിന്നില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദീപക് ഇതുവരെ ഇല്ലാത്ത ആ ഒരു ഭാവവും ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അംബിക ഇങ്ങനെ കഴുത്തൊക്കെ തടകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അംബികയുടെ മനസ്സിലെ ആ ക്രൂരമായ അംബിക ഉണരുവാണ്. അവളിങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഈ സമയം രാത്രി രാജു ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് വിഷമിച്ചിങ്ങനെ എന്തോ ആലോചിക്കുക. ഹൃതിക അങ്ങോട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി എൻ്റെ രാജുക്കുട്ടന്? എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛനെ ഒറ്റയ്ക്ക് നിന്ന് മണിയടിക്കാൻ നോക്കി. മിനിസ്റ്റർ പ്രതാപവർമ്മയാണെങ്കിലോ മൈൻഡ് ചെയ്തില്ല. എൻ്റെ ഋതു, അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്നോട് ദേഷ്യമുണ്ടെങ്കിലേ ആ ദീപക്കിനെ വിരട്ടിയതുപോലെ എന്നെയും വിരട്ടത്തില്ലേ? എന്താ രാജു ഈ പറയുന്നത്? ആ ദീപക്കെന്ന ഫ്രോഡാര്? എൻ്റെ രാജു ആര്? രാജുവിനോട് എൻ്റെ അച്ഛനുള്ളതേ സ്നേഹ കൂടുതൽ കൊണ്ടുള്ള പിണക്കവാ. ഋതു എന്തായി പറയുന്നത്? സ്നേഹ കൂടുതലുണ്ടോ പിണക്കവോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ സ്നേഹിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ആളായ എൻ്റെ അച്ഛൻ. അപ്പോഴല്ലേ അച്ഛൻ നമ്മൾ അമ്മയായിട്ട് നിൽക്കുന്ന വീഡിയോ കണ്ടത്? നമ്മൾ അമ്മയോടടുത്താലേ അച്ഛനുമായിട്ടുള്ള സ്നേഹം കുറഞ്ഞു പോവില്ലേ? അതിൻ്റെ ഈഗോയായ എൻ്റെ അച്ഛന്. എന്നാലും ഋതു, സാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ
അയ്യോ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജു, എൻ്റെ അച്ഛന് എന്നേക്കാൾ പ്രിയപ്പെട്ട ആളാണ് രാജു. മകൾ അമ്മയെ കാണാൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവൻ എന്തിനു പോയെന്നാ അച്ഛൻ്റെ മനസ്സിലെ ചോദ്യം. എൻ്റെ രാജു, ഇതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന എൻ്റെ അഭിപ്രായം. അച്ഛൻ അംബികാമായി പറഞ്ഞതും കേട്ട് വിശ്വസിച്ചിരിക്കട്ടെ. അച്ഛൻ അമ്മയെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വേണം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും വേണം. അവരവരുടെ ലൈഫ് തുലച്ചതുപോലെ എനിക്ക് നമ്മുടെ ലൈഫ് തുലയ്ക്കാൻ പറ്റില്ലല്ലോ. ആകെ ഒരു ലൈഫല്ലേ ഉള്ളു, അതാണെങ്കിലോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് തീരും. ഋതു പറഞ്ഞത് ശരിയാ, ഞാനും അതിപ്പോഴാണ് ഓർക്കുന്നത്. രാജു അങ്ങനെ അല്പം റൊമാൻസിലൊക്കെ. ഇനി അധികം വൈകാതെ അമ്മയെ അമ്മയെന്ന് വിളിച്ചോണ്ടൊരു കൊച്ച് ഈ പെണ്ണിൻ്റെ അടുത്തോട്ടും വരും. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യുക പോലും കാണില്ല. പിന്നെ അയ്യടാ, മറ്റൊരു അവകാശമൊന്നും വരാൻ പോകുന്നില്ല. പ്രസവിക്കാൻ ഞാൻ തയ്യാറുമല്ല. അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഋതു? അതൊക്കെ ദൈവം തരുന്നതല്ലേ. അയ്യടാ, അതൊന്നും ദൈവം തരുന്നതൊന്നും അല്ല, മനുഷ്യർ പറയുന്ന ഓരോ തരികിടകളാണ് അതൊക്കെ. എനിക്കും രാജുവിനും മറ്റവകാശികളൊന്നും വേണ്ട. ആഹാ, അത് കൊള്ളാലോ ഋതു. രാജു, നമുക്ക് രണ്ടുപേർക്കും നമ്മൾ മാത്രം മതി. രാജു ഒരു ചെറിയ പിണക്കത്തോടെ ഋതിയോട് പറയും. അയ്യടാ, അതൊക്കെ അങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവരുടെ ഒരു ചെറിയ റൊമാൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നേരം പുലർന്നിട്ടും ദീപൊക്കെ എഴുന്നേക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. അംബിക ഡോറ് തുറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അംബികയെ കാണാൻ നല്ല ഭംഗിയാണ്. കഴുത്തിന് ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി അംബിക ഇങ്ങനെ കഴുത്ത് തിരിക്കാൻ വയ്യാതെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പണി പാലും വെള്ളത്തിലും കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇത്രയും നാളും അമ്മയുടെ കള്ളത്തരത്തിന് മകൻ കൂട്ടുനിന്ന്, മകൻ്റെ കള്ളത്തരത്തിന് അമ്മയും കൂട്ടുനിന്ന്, ഇപ്പോൾ എന്തായാലും രണ്ടുപേരും നല്ല ശത്രുക്കളെ പോലെയാണ്. ദീപക്കിൻ്റെ കൈകൊണ്ട് തന്നെ അംബിക തീരുവോ, അതോ അംബികയുടെ കൈകൊണ്ട് ദീപക്ക് തീരുവോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ പ്രതാപൻ്റെ കൈകൊണ്ട് തന്നെ രണ്ടും തീരുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.